നമസ്കാരം. യുക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് വർഷം 3 സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നായിരുന്നു ചുറ്റുപാടും നിന്ന് ഉയർന്ന സന്ദേശം. സമാധാന ചർച്ച തുടങ്ങാനിരിക്കുകയുമായിരുന്നു. എന്നാൽ അതെല്ലാം കരിനിഴലിലാക്കി റഷ്യയിൽ കൊടിയ നാശം വിതച്ച ആക്രമണം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ. ഈ യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. റഷ്യയിലേക്ക് യുക്രൈൻ പറത്തിവിട്ട ഡ്രോണുകൾ 40 യുദ്ധവിമാനങ്ങളാണ് തകർത്തത്. റഷ്യയുടെ ഉള്ളിൽ യുക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണവുമായി ഇത്. മെഷീൻ ഗണ്ണുകൾ മുതൽ പേജർ സ്ഫോടനങ്ങൾ വരെ കണ്ട ലോകത്ത് വലിയ മാറ്റമാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടാക്കുന്നത്. യുക്രൈനിൽ നിന്ന് 4300 കിലോമീറ്റർ അകലെയുള്ള റഷ്യയിലെ എയർ ബേസിൽ വരെയാണ് ആക്രമണം നടന്നത്. ദീർഘദൂര മിസൈലുകളെക്കാൾ കൃത്യതയോടെ നടത്തിയതാണ് ഈ ആക്രമണം. എത്ര സുരക്ഷിതരെന്ന് കരുതുന്നവരെയും ഇല്ലാതാക്കാം എന്ന നിലയിലേക്കാണ് യുദ്ധഭീകരത കടന്നു വരുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. യുദ്ധം പറന്നു വരാം ഏത് ബങ്കറിലേക്ക്. യുക്രൈൻ റഷ്യയിൽ കയറി ആക്രമിച്ചോ എന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടുമാകാം. കയറി ആക്രമിച്ചു എന്നും ഇല്ല എന്നും പറയാം. കാരണം യുക്രൈൻ അയച്ച ട്രക്കുകളാണ് റഷ്യയുടെ വിവിധ മേഖലകളിൽ ഓടിയെത്തിയത്. ആ ട്രക്കുകളിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നാണ് ഡ്രോണുകൾ പറത്തി വിവിധ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചത്. ആ സ്ഥലങ്ങളിൽ നിന്നാണ് അവ അന്തിമ ലക്ഷ്യത്തിലേക്ക് പറന്നുയർന്നത്. ട്രക്കുകൾ റഷ്യയിൽ കടന്നു കയറിയെങ്കിലും സുരക്ഷാ സേന യുക്രൈനിൽ ഇരുന്നാണ് നിയന്ത്രിച്ചത്. ഫസ്റ്റ് പേഴ്സൺ വ്യൂ അഥവാ FPV ഡ്രോണുകൾ പുതിയ കാര്യമല്ല. വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ തന്നെയാണ് അവ. നിയന്ത്രിക്കുന്ന ആളിന് തത്സമയം ദൃശ്യങ്ങൾ കിട്ടും. അതനുസരിച്ച് ഡ്രോണിനെ വഴിതിരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാം. സുരക്ഷിതമെന്ന് കരുതുന്ന ഏത് ബങ്കറിനു മുകളിലും ഇവയെത്തും. അവിടെ വെച്ച് സ്ഫോടനവും നടത്താൻ കഴിയും. റഷ്യയിലെ 5 വലിയ എയർബേസുകളാണ് ആക്രമിച്ചത്. അവിടെ നിർത്തിയിട്ടിരുന്ന 40 വിമാനങ്ങളാണ് തകർത്തത്. ഓരോ വിമാനവും കോടികൾ മുടക്കി നിർമ്മിച്ചവയായിരുന്നു. നഷ്ടപ്പെട്ട പണത്തേക്കാൾ വലുത് മറ്റൊന്നുണ്ട്. ഇനി ഇത്രയും വിമാനങ്ങൾ നിർമ്മിച്ചു വരാൻ 5 വർഷം മുതൽ 7 വർഷം വരെ എടുക്കും സമയം. വിമാനക്കരുത്തിൽ റഷ്യ വളരെ പെട്ടെന്ന് അത്രയും ദുർബലരായി. ഇപ്പോൾ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തന്നെ എടുക്കുക. പാകിസ്ഥാന്റെ 6 ഫൈറ്റർ ജെറ്റുകൾ, 2 ആധുനിക നിരീക്ഷണ വിമാനങ്ങൾ, ഒരു C-130 ചരക്കു വിമാനം, 30 മിസൈലുകൾ, നിരവധി ഡ്രോണുകൾ എന്നിവ ഇന്ത്യ എയ്തു വീഴ്ത്തി. ഇന്ത്യയുടെ വിമാനം വീണിട്ടുണ്ടാകാം എന്ന് പറഞ്ഞതല്ലാതെ സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാന് മാത്രം 9 വിമാനങ്ങളാണ് ആകെ നഷ്ടമായത്. അത് 13 ആണെന്നും മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്രയും പുനർനിർമ്മിക്കാൻ വരുന്ന കാലതാമസമുണ്ട്. അത് വാങ്ങാനുണ്ടാകുന്ന ധനനഷ്ടവും ഉണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന പാകിസ്ഥാന് ഇത് വലിയൊരു വൈതരണി തന്നെയാണ്. റഷ്യയുടെ കാര്യമെടുക്കുക. 3 വർഷത്തെ യുദ്ധം കൊണ്ട് വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയുമൊക്കെ റഷ്യയുമായുള്ള ഇടപാടുകൾ തുടരുന്നതാണ് കാരണം. പക്ഷേ ഇപ്പോൾ തകർന്ന 40 വിമാനങ്ങൾ പുനർനിർമ്മിക്കാൻ എടുക്കുന്ന സമയമുണ്ട്. എന്നാൽ ഈ ഡ്രോണുകൾക്കായി യുക്രൈന് വേണ്ടി വന്ന ചെലവ് നോക്കുക. $500 മാത്രമാണ് വില. ഏകദേശം 40,000 മുതൽ 45,000 വരെ രൂപയ്ക്ക് തുല്യമായ തുക. അത്രയും മാത്രം മുടക്കിയാണ് ഇത്ര വലിയ നാശം യുക്രൈൻ ഉണ്ടാക്കിയത്. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് ശേഷവും നേരത്തെ തീരുമാനിച്ച സമാധാന ചർച്ച നടന്നു. പക്ഷേ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. റഷ്യയും യുക്രൈനും അതാതിടങ്ങളിൽ തന്നെ തുടരുന്നു എന്നാണ് ആ ചർച്ചയിൽ വ്യക്തമായത്. ഈ യുദ്ധം ഇതുവരെ ഉണ്ടാക്കിയ നാശത്തിന്റെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. BBC-യുടെ 2025 മെയ് 31 വരെയുള്ള കണക്കിൽ 1,70,70,000 മുതൽ 2,46,000 വരെ റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു. കൂലിപ്പട്ടാളം മുതൽ സ്ഥിരം പട്ടാളക്കാർ വരെയുള്ളവരുടെ എണ്ണമാണിത്. വാഗ്നർ ഗ്രൂപ്പ് തലവൻ യെവ്ഗേനി പ്രിഗോഷിൻ കൊല്ലപ്പെടും മുമ്പ് പറഞ്ഞ കണക്കുണ്ട്. അതനുസരിച്ച് വാഗ്നർ ഗ്രൂപ്പിലെ മാത്രം 20,000 പോരാളികൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യ നടത്തിയ മറ്റെല്ലാ പോരാട്ടങ്ങളിലും കൊല്ലപ്പെട്ടതിലും അധികമാണ് ഇപ്പോഴത്തെ മരണം. എന്നാൽ റഷ്യ ഔദ്യോഗികമായി പറയുന്നത് 5,965 സൈനികരുടെ മരണം മാത്രമാണ്. അതുപോലെ യുക്രൈൻ ഔദ്യോഗികമായി സമ്മതിക്കുന്നത് കൊല്ലപ്പെട്ടത് 31,000 സൈനികർ മാത്രമാണെന്നാണ്. എന്നാൽ ന്യൂയോർക്ക് ടൈംസിന് അമേരിക്കൻ സൈനികർ നൽകിയ വിവരം അനുസരിച്ച് യുക്രൈന്റെ 70,000 സൈനികർ കൊല്ലപ്പെട്ടു. 1,20,000 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു.
100,000 വരെ യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് ദ ഇക്കണോമിസ്റ്റിന്റെ കണക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് സൈനികർക്ക് പുറമെ യുക്രൈനിലെ 10,582 പൗരന്മാർ കൊല്ലപ്പെട്ടു. 19,875 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലാകാമെന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ മിഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ആയിരങ്ങൾക്ക് വീടുകൾ നഷ്ടമായി. ദശലക്ഷങ്ങളാണ് അഭയാർത്ഥികളായത്. നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും തകർക്കപ്പെട്ടു. സ്കൂളുകളുടെയും കോളേജുകളുടെയും ആശുപത്രികളുടെയും നാശം യുക്രൈനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് 1980കളിലെ സ്ഥിതിയിലേക്കാണ്. 4 പതിറ്റാണ്ടെങ്കിലും മുമ്പുണ്ടായിരുന്ന സൗകര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ യുക്രൈനിൽ ശേഷിക്കുന്നത്. യുക്രൈനിലുള്ള 1,40,00,000 ആളുകൾക്കെങ്കിലും അടിയന്തരമായി സഹായം കിട്ടണം എന്നാണ് UN കണക്ക്. ജനസംഖ്യയുടെ 40% വരും ഇത്. ചിലർക്ക് വീടുകളാണെങ്കിൽ മറ്റു ചിലർക്ക് ചികിത്സയും മരുന്നുമാണ് ആവശ്യം. വേറെ ചിലർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ശുദ്ധജലമില്ലാതെ കഷ്ടപ്പെടുന്നവരുമുണ്ട്. യുക്രൈനിൽ തന്നെ സ്വന്തം വാസസ്ഥലത്ത് നിന്ന് മാറി താമസിക്കുന്നവരുടെ എണ്ണം 37 ലക്ഷമാണ്. 65 ലക്ഷം പേർക്ക് മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി പോകേണ്ടി വന്നു. അതിൽ 45 ലക്ഷം മാത്രമാണ് തിരികെ വന്നത്. 20 ലക്ഷം പേർ ഇപ്പോഴും യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലുമായി കഴിയുകയാണ്. ഇതുവരെയുണ്ടായ നാശത്തിന്റെ കണക്ക് കേട്ടാൽ തന്നെ മനുഷ്യത്വമുള്ളവർ മരവിച്ചിരുന്നു പോകും. അപ്പോഴാണ് പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നത്. ഇപ്പോൾ നേരിടേണ്ടി വന്ന ആക്രമണത്തിന് റഷ്യ നൽകാൻ പോകുന്ന തിരിച്ചടി എത്ര മാരകമായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. യുക്രൈനിലാണെങ്കിലും ഗാസയിലാണെങ്കിലും സമാധാനത്തിന്റെ പ്രാവുകൾ പറക്കുന്നില്ല. ആകാശം നിറയെ ശവം തീരി കഴുകന്മാരാണ്. സ്പോട്ട്ലൈറ്റിനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.